ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7:30 ആ ഒരു ടൈം ആയപ്പോഴേക്കും എണീറ്റാണ്. അത് കഴിഞ്ഞൊന്ന് ഫ്രഷായി, പല്ലൊന്നും തേച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മളുടെ ഈ ഒരു മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി ചെടിക്കൊക്കെ വെള്ളം നനക്കാമെന്ന് വിചാരിക്കുന്നു. ചെടിക്കൊക്കെ വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകണം. നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. എനിക്ക് 2 ജീൻസ് എടുക്കാമെന്നുണ്ട്. എനിക്ക് ജീൻസ് ഒന്നുമേ ഇല്ല, അപ്പോൾ ഞാൻ ജീൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കടലാസ് പൂ നട്ടത് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ നട്ട കടലാസ് പൂവ്. 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത്. ഒന്നിവിടെ നട്ടു, ഒരെണ്ണം വേറെ സ്ഥലത്ത് നട്ടു. ചെടിച്ചട്ടി കണ്ടിട്ട് നിങ്ങൾ അതിശയിക്കേണ്ട. ഇതിൽ ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴോ എന്തോ ഒരു ചെടി നട്ടിട്ട് അത് വാടിക്കരിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. ഇതിൽ ഒഴിഞ്ഞു കിടക്കണുണ്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും മണ്ണൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി നട്ടതാണ്. ഇത് റോസാപ്പൂവാണ് കേട്ടോ. ഇത് റോസിൻ്റെ ചെടിയാണ്. ഇത് ഞാൻ നട്ടത് ഒരാഴ്ച മുമ്പ്. ഈ കടലാസ് പൂ നടന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇത് നട്ടത്. ഇത് കരിഞ്ഞു പോയതായിരുന്നു ശരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് പിടിച്ച് വന്നിട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. നെക്സ്റ്റ് ചെടി നട്ടാൽ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങളിത് നോക്കണ്ട, നമ്മളുടെ നല്ല ജൈവവളമാണ് ഈ കിടക്കുന്നതൊക്കെ. നമ്മളുടെ കിച്ചണിൽ നിന്നുള്ള ഉണ്ടാവുന്ന വേസ്റ്റൊക്കെ നമ്മൾ ഈ ബോക്സിലിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എപ്പോഴും ഇതിലൊരു ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലെ, ഫെബ്രുവരി അല്ല, ഒരു തണുപ്പുള്ള നവംബർ ഡിസംബർ ജാനുവരി ആ ടൈമിലൊക്കെ ഇതിൽ നന്നായിട്ട് നാവൽപ്പഴം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ജൂൺ വരുമ്പോഴേക്കും ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മെയിലുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇതിലെ നാവൽപ്പഴത്തിന് നല്ലൊരു മധുരവും ചെറിയൊരു ചവർപ്പുമാണ് കേട്ടോ. എല്ലാത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നമ്മൾ കാണുന്ന നാവൽപ്പഴമല്ല, ഭയങ്കര ഒരു കുഞ്ഞി നാവൽപ്പഴമാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഇത് നട്ടിട്ടുണ്ട് കണ്ടോ. ഈ നിൽക്കുന്ന ഒരു കൊമ്പ് കണ്ടോ, ഇതും കടലാസ് പൂവാണ് കേട്ടോ. ഞങ്ങളുടെ ബാക്ക് വശം എന്ന് പറയാൻ പറ്റില്ല, സൈഡിലായിട്ട്, വീടിൻ്റെ സൈഡിലായിട്ട് ഒരു കടലാസ് പൂ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ പൂവ് ഇങ്ങനെ തിക്കി ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന ഒരു ഇളം പിങ്ക് നിറത്തിലുള്ള പൂവാണ് ഇതിലുണ്ടാവുന്നത്. അത് വാടിക്കഴിയുമ്പോൾ ആ ഒരു ബ്രൗൺ കളറിലോട്ട് മാറും. ഇത് കുറച്ചും കൂടി തിക്കി ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഫ്രണ്ടിലോട്ട് മാറ്റും. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി നിൽക്കുന്നതാണ് എൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇത് ചെമ്മീപ്പുളി എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്. പക്ഷേ ഇരുമ്പംപുളി എന്ന് ചില നാടുകളിൽ പറയും എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ ചെമ്മീപ്പുളി എന്ന് അത് കേട്ടിട്ടൊന്നുമില്ല ആരും അങ്ങനെ. ഇരുമ്പംപുളി പിന്നെ വേറെ എന്തൊക്കെയോ പേര് പറയും കേട്ടോ. ഇത് കുറേ കാലമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഇതിൽ പൂവിട്ടിട്ടില്ല, കാവിട്ടിട്ടില്ല. അനിയൻ ചെന്നിട്ട് ദേ ഡോണിഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഡോൺ എന്ന് പറയുന്നത് നമ്മളുടെ പെറ്റിൻ്റെ പേരാണ്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെറ്റാണെന്നുള്ളത്. ഇവനിപ്പോൾ നമ്മളുടെ കൂടെ ആയിട്ട് ഒരു 3 വർഷം, 3-3.5 വർഷമൊക്കെ ആവുന്നു കേട്ടോ. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഇവൻ വന്നത്. ഇപ്പോൾ ഞാൻ ഡിഗ്രി 3rd ഇയർ ആയി. അച്ഛൻ ഇവനെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അന്ന് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 3-3.5 വർഷം ആവാറായി. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇപ്പോഴും പേടിയാണ്, ഇവനെ ഒഴിച്ചിട്ട്. ഇപ്പം മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ പട്ടീനെ എനിക്ക് പേടിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയനെയൊന്നും മറ്റുള്ളവരുടെ പട്ടീനൊന്നും പേടിയില്ല കേട്ടോ. അവൻ അവരെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കതെന്തോ പറ്റാറില്ല. നമ്മൾ ഡോണിനെ അഴിച്ച് പുറത്തോട്ട് കെട്ടാൻ പോകാൻ കേട്ടോ. അപ്പോൾ അനിയനാണ് ഡോണിനെ ഇന്ന് അഴിച്ച് പുറത്തോട്ട് കെട്ടുന്നത്. ഇന്നലെ വരെ ഞാനാണ് കിട്ടിയത്. അവനഴിച്ച് നമ്മൾ വീടിൻ്റെ സൈഡിലേക്ക് കെട്ടാൻ പോകാൻ കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവൻ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒച്ചപ്പാട് തുടങ്ങും കേട്ടോ. എന്നെ പുറത്ത് കെട്ട് എന്ന് ഇവരുടെ ഭാഷയിൽ ഇവർ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദേ പുറത്ത് ഇവനെ കെട്ടാൻ പോവാണ്. ഞാനല്ല, അനിയൻ. പക്ഷേ ഇവൻ ഒട്ടും സഹകരിക്കുന്നില്ല കേട്ടോ. നമ്മൾ എത്ര വിളിച്ചിട്ട് ഇവൻ വരുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ഇവൻ കേൾക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ ഭയങ്കര അനുസരണയാണ്. പക്ഷെ നമ്മളെ ഒന്നും ഇവന് ഒരു വിലയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. അപ്പുറത്തൊരു പൂച്ച ഇരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല, ഓൾ ഇൻ ഓൾ പൂച്ച എന്ന് പറയാം. എല്ലാ വീട്ടിലും അത് കയറാറുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ഇവനെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അവൻ വരാതുകൊണ്ട് അവനെ പൊക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ ദേ അവൻ ഇവിടെയാണ് കേട്ടോ കെട്ടുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇവനെ കെട്ടാറ്. അവൻ അതിൻ്റെ ഇടയിൽ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അവിടെയാണ് കേട്ടോ കിടക്കാറ്. അവൻ്റേതായിട്ടുള്ള ഒരു തണുപ്പ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ തണുപ്പ് കണ്ടുപിടിക്കാൻ ഓരോരോ കാര്യങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ക്ലീനിങ്ങും ഇങ്ങനെ നീണ്ട് പോവുകയാണ്. അവൻ്റെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ഈ ചൂട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവോ അത്രത്തോളം ബുദ്ധിമുട്ട് തന്നെ അവറ്റകൾക്കും ഉണ്ടാക്കുന്നുണ്ടാവും.
ഇന്ന് രാവിലെ എന്താ കഴിക്കാൻ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിട്ട് വന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പുട്ടാണിന്ന്. അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ, തീർന്നിട്ടില്ല. കണ്ടോ, കറി കിഴങ്ങാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഈ കിഴങ്ങ് തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കത്തില്ലേ, അതും ചമ്മന്തിയായിരുന്നു കേട്ടോ വെച്ചത്. അത് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഹലോ ഗൈസ്, അപ്പം ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണമായിരുന്നു കേട്ടോ പുറത്ത് നടന്നിട്ട്. അപ്പോഴാണ് ഇൻട്രോ പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലും ഞാൻ ഇൻട്രോ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാൻ വെച്ചു. ഒരു മിനിറ്റ്, ഈ വാതിൽ കണ്ടോ അടച്ചിട്ടേക്കുവാം ഞാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി 12:30 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യാണല്ലോ, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ടൈം അറിയില്ല. ഈ ടൈമിലൊക്കെ ഞങ്ങൾ എപ്പോഴും മുറി തന്നെ ആയിരിക്കും കേട്ടോ. മുറി അല്ലേ, മുറിയിൽ തന്നെ ആയിരിക്കും. അനിയൻ അവിടെ ഇരുന്ന് വീഡിയോ കാണുന്നു, അനിയത്തിയും വീഡിയോ കാണുന്നു, ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു. ഹേ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ സമയം പറയുന്നുണ്ടല്ലോ, ഇന്ന് രാവിലെ സമയം 8:30 എന്ന് പറഞ്ഞു. എല്ലാ വീഡിയോയിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സമയം പറയുന്നുണ്ട്. കാരണം എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. അനിയൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നത്. അപ്പോൾ ഇനിയാണ് നമ്മളൊന്ന് ചോറ് വയ്ക്കാൻ പോകുന്നത്. കുറച്ച് ചോറും മീൻകറി ആയിരിക്കും എന്തായാലും. എല്ലാം അമ്മ ചെയ്തിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഉള്ളപ്പോൾ എന്ത് പണി. അതുകൊണ്ട് തന്നെ എന്തൊന്നാണ് നമുക്ക് തിന്നാം. പിന്നെ 2:30 ആയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ, വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ബക്കറ്റിലും ചെപ്പിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് വിശക്കുന്നില്ല. ഇപ്പം എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കഴിക്കാൻ പോവാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് വേണം കടയിൽ പോകാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഇവളുടെ കൂടെ പോകാൻ പോകണം. ഇവളിപ്പോൾ കുളിച്ചിറങ്ങിയുള്ളൂ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് പോയതിൻ്റെ ഒരു അലപ്പ് കിച്ചണിലുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ ചോറൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കിച്ചൺ നല്ല ക്ലീനായിട്ട് സെറ്റായിട്ട് കിടക്കുമല്ലോ. ഇപ്പോൾ ഞാൻ ആ ഒരു ടൈമിലാണ് അടുക്കളയിലോട്ട് വന്നേക്കുന്നത്. നല്ല പച്ചരിച്ചോറും മീൻകറിയും ചാള വറുത്തതുമാണ്. എനിക്ക് ഈ മീൻചാറിൽ പച്ചമോരില്ലേ, അതൊഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചരിച്ചോറിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, അതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ പൊന്നെ, നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തെന്നാണ് ഞാൻ എന്താ പറയാൻ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ബാഗി പോലത്തെ ഒരു പാൻറ് ഉണ്ട് കേട്ടോ. ബാഗി പാൻറ് ഡെനിയോ അല്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. അത് ഇടാം എന്നാണ് വിചാരിച്ചത്. ഇതിവിടെ ഞാൻ കാണിക്കാതെ ഇതിടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിന് ഭയങ്കര എന്താ പറയുക, ചൂടായിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഭയങ്കര വെയിലാണ് പുറത്ത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴെപ്പോഴും ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ അതിട്ടിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസൈക്കബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാലോ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജീൻസ് എടുക്കാനാണല്ലോ പോണത്. അപ്പോൾ എനിക്ക് ക്രോപ്പ് ടോപ്പും ജീൻസും തന്നെ ഇടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രയൽ റൂമിൽ കയറിയിട്ട് മാറിയിട്ട് നമുക്ക് ആ ഒരു ഫിറ്റിങ് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനോട് പറ്റിയ ജീൻസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോട് പറ്റിയൊരു കോസ്റ്റ്യൂം ഇടാം, ട്രയൽ റൂമിൽ ചെന്നിട്ട് പെട്ടെന്ന് മാറാൻ പറ്റുകയെന്നാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സൊക്കെ കിടക്കണം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ്. എന്ത് ചെയ്യാം, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കും. ഒരു മിനിറ്റ്, ഞാൻ വാതിൽ കുറ്റിട്ടേക്കണായിരുന്നു, അതൊന്ന് അയച്ചതാണ്. അപ്പം ഇതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഞാൻ മറ്റൊരു പാൻറ് ഇടാന്നാണല്ലോ വെച്ചത്, പക്ഷെ അത് ഇപ്പോഴത്തെ ചുടുത്തിട്ടുണ്ടോ ശരിയാവില്ല. അപ്പം ഞാൻ ഈ ഒരു ടോപ്പും ഈ ഒരു കുർത്ത ആക്കി. മുടി ഞാൻ കെട്ടാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല. ഇവിടെ നിന്നൊക്കെ ഓരോ മുടി പോകുന്നു. അതിൻ്റെ വെട്ടലിൻ്റെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും വേണ്ടേ. അമ്മ ഇരുന്ന് എൻ്റെ മുടി നോക്കാണ്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു അല്ലേ. അമ്മയ്ക്ക് ഞാൻ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ പുച്ഛമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ വരാന്തയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഫോണിലൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര വെയിലാണ്. ഞാനൊന്ന് വെയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വരാന്തയിലോട്ട് വന്നത്. അപ്പോൾ ഇത്രയും വെയിലാണ്. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടി നടക്കുമ്പോൾ ഉള്ള കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സിലോട്ട് മാറി ആ പാൻറ്റ് ഒഴിവാക്കി. അത് ഇത്തിരി കൂടിയും ചൂട് ഇതാക്കുന്ന ഒരു പാൻറ്റാണ്. കോട്ടൺ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി കോട്ടൻ്റെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ പോലത്തെ ഒരു തുണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിലോട്ട് മാറ്റി. ഇത് പ്യുവർ കോട്ടൺ ഒന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് ലൂസാണ്, പിന്നെ കുറച്ച് കാറ്റൊക്കെ കയറും. അപ്പോൾ ഇത് കംഫർട്ടാണെന്ന് തോന്നിയുകൊണ്ട് ഇതിട്ടു. ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഞാൻ ഇത് തന്നെ ഇടാറുള്ളൂ കേട്ടോ. എനിക്ക് ആകെ 2 ഡ്രസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഹാളിലോട്ട് വന്നപ്പോഴുള്ള കാഴ്ചയാണ്ടായി കാണുന്നത്. അനിയൻ നല്ല ഉറക്കമാണ് ചാരു കസേരയിലിരുന്ന്. ഈ ചാരു കസേര പണിതപ്പോൾ കുറച്ച് നീളവും വീതിയും ഒക്കെ കൂടിപ്പോയി. നമ്മൾ ഇത്രയും നീളം വലിയൊരു സംഭവമല്ല പണിയാൻ ഉദ്ദേശിച്ചത്. അച്ഛന് വേണ്ടി പണിതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇവനാണെന്നേ ഉള്ളൂ. നല്ല ഉറക്കമാണ്. എണീറ്റോ? എന്തിറക്കായിരുന്നു? അപ്പോഴത്തേ നമ്മൾ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ. അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകണം കേട്ടോ. ബസ്സൊക്കെ ഉണ്ടോ? ബസ്സിൽ പോകണം. ഒരു 10-20 മിനിറ്റ് ദൂരമേ ഉള്ളൂ. പഴങ്ങാട് എന്ന് പറയും. അവിടെ ടാലിസ്മാൻ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 2 ജീൻസ് എടുക്കണം. ഇവക്കൊരു ജീൻസ് എടുക്കണം. പൈസ എടുക്കാൻ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. ഞാൻ കടലാസ് പൂ നട്ടു എന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ. ദേ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ആ കടലാസ് പൂവിൻ്റെ കൊമ്പിടിച്ചത്. നല്ല ഭംഗിയില്ലേ നിൽക്കണം കാണാനായിട്ട്. ഇങ്ങനെ തിക്കായിട്ട് എൻ്റെ വീട്ടിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. കടലാസ് പൂ കണ്ടാൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നതും ദേ ഒരു ബസ് പോയിട്ടോ. പക്ഷേ ഇവിടെ ബസ്സിന് വലിയ ക്ഷാമമൊന്നുമില്ല. എൻ്റെ ഹോസ്റ്റലിലേക്ക് അവിടെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കോളേജിൻ്റെയൊക്കെ അവിടെ നല്ല ടൈം എടുത്താണ് ബസ് വരണേ കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ബസ്സിന് വേണ്ടി ഞാൻ 20-25 മിനിറ്റൊക്കെ കാത്തു നിന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 5 മിനിറ്റ് പോലും കാത്തു നിൽക്കണ്ട. ചടപടയെന്ന് ബസ് വരും. പക്ഷേ ഭയങ്കര മത്സരമാണ് ബസ്സുകൾ തമ്മിൽ. അപ്പോൾ നമ്മളിതേ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. പെട്ടെന്ന് എത്തും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 20 മിനിറ്റ് ദൂരം. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ബാങ്ക് കേട്ടു കേട്ടോ പള്ളിയിൽ നിന്ന്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ പള്ളിയുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ കടയിലോട്ട് കയറി. എനിക്കും വേണ്ടത് ജീൻസാണ്, ഇവക്കും വേണ്ടത് ജീൻസാണ്, അനിയത്തിക്കും വേണ്ടത് ജീൻസ് തന്നെയാണ്. എൻ്റെ സൈസിനുള്ളത് കിട്ടി, അവളുടെ സൈസിനുള്ളത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് 3-4 കടകളൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീൻസ് ഇതാണ് കേട്ടോ. ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് കുറച്ചും കൂടിയും ലൂസ് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ലൂസ് ആവണം, എന്നാലേ അതിൻ്റെ ഒരു ഫിറ്റിങ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഈ കാണുന്ന പാൻറ്റ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ കൊറിയൻ പാൻറ്റ് പോലെ തോന്നിട്ടോ. 275 രൂപയ്ക്കുള്ളൂ എന്ന് കണ്ടു. പക്ഷേ അത് തൊട്ടപ്പോൾ അത് കൊറിയൻ പാൻറ്റ് അല്ല. ആ മെറ്റീരിയൽ എനിക്ക് സ്യൂട്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ഒട്ടും കംഫർട്ടല്ല. കൊറിയൻ പാൻറ്റ് ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. നമ്മളുടെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ. പക്ഷേ അനിയത്തിക്ക് എൻ്റെ ഡ്രസ് സൈസിനുള്ള ജീൻസ് കിട്ടി, അനിയത്തിയുടെ സൈസിനുള്ള ജീൻസ് കിട്ടിയില്ല. അപ്പം നമ്മൾ വേറൊരു കടയിൽ പോയി നോക്കാമെന്ന് വെച്ചു അല്ലേ. ഇത് നമ്മുടെ ഇവിടുത്തെ തീരം എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് പെരുന്നാളിൻ്റെ ടൈമിൽ ഒരു പഴംപൊരിയും ബീഫും കിട്ടുമായിരുന്നു. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അങ്ങനെ ദേ നമ്മൾ നെക്സ്റ്റ് കടയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നും ഇവക്ക് പറ്റിയ ജീൻസ് കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവക്ക് പറ്റിയ ജീൻസ് ഒരു കടയിൽ നിന്നും കിട്ടിയില്ല. ഇവക്ക് മോം ഫിറ്റ് ജീൻസ് തന്നെ വേണം കേട്ടോ. ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ബാഗിൻ്റെയൊക്കെ കാലമില്ലേ, നീ ബാഗ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് മോം ഫിറ്റ് തന്നെ വേണമായിരുന്നു. അപ്പം മോം ഫിറ്റിൻ്റെ കളക്ഷനും ഇല്ല, സൈസും ഇല്ല ഒരു കടയിലോട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളിതേ കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാം, വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചൊരു കടയിൽ കയറി 2 ഷേക്ക് അടിച്ചു. എൻ്റെ കോലം കണ്ടല്ല, വീട്ടിൽ നിന്ന് പോയ കോലമാണോ ഇപ്പോൾ. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എനിക്ക് കിട്ടി. അതെ, ഇവളുടെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇവൾക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടി. എനിക്ക് ഒരു ജീൻസ് കിട്ടി. പക്ഷേ അതിൻ്റെ അടിയൊന്ന് വെട്ടിച്ചുരുക്കണം എന്നുണ്ട് എനിക്ക്. കാരണം അതിൻ്റെ എടി ഷൈജാൻ്റെ വീടിൻ്റെ അവിടെ എത്തണം കേട്ടോ. ഞങ്ങളൊരു ഇടവഴി കയറിയാണ് പോണേ കേട്ടോ. അപ്പോൾ എനിക്ക് ഇടവഴി കുറച്ച് നാളായി ഞങ്ങൾക്ക് മറന്നടക്കാണ്. ഞാൻ അധികം ഈ വഴി യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്, എൻ്റെ വണ്ടി. അപ്പം നമ്മൾ ഇപ്പോൾ സമയം 5:30 ആയിട്ടോ. നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് വിളക്കൊക്കെ വെക്കേണ്ട ടൈമാണ്. പെരയൊക്കെ അടിച്ച് തുടച്ച് വിളക്ക് വെക്കണം. എല്ലാം ചക്കരയും എനിക്ക് വയ്യനെ. ഞാൻ ഷെയ്ക്ക് കാണിച്ചെന്നില്ലേ, അതിന് നീ അത് ചെയ്യണം. അടിക്കണോ? വേറെ വേണമെങ്കിൽ അടിച്ചുതരാം. അമ്മ വിളിച്ചു പറഞ്ഞു പഴം വാങ്ങിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പഴം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയേക്കാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. സമാധാനം, സന്തോഷം. വീട്ടിൽ കയറി ഇത്തിരി വെള്ളം കുടിച്ചപ്പോൾ അടിപൊളി ആശ്വാസം.
എൻ്റെ പൊന്നെ ചക്കരക്ക് വേണ്ടി നമ്മൾ നടക്കാത്ത കടകളില്ല, കയറാത്ത വഴികളില്ല. പക്ഷേ കയറാത്ത കടകളില്ല, നടക്കാത്ത വഴികളില്ല കേട്ടോ. ഒരുപാട് കടയിൽ കയറി. ഞാൻ പറയാം, ഫസ്റ്റ് ടാലിസ്മാനിൽ കയറി, കിമോണിൽ കയറി, 4 കടകളിൽ കയറി. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന അവളുടെ സൈസിനെ പറ്റിയുള്ള ജീൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്, മഴയാണ് കേട്ടോ. ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്ന് രാത്രി മഴ പെയ്തു. പിന്നെ രണ്ടാമത്തെ കാരണം എൻ്റെ അനിയനും അനിയത്തിയും പിന്നെ ടി വിയും ആണ് കേട്ടോ. ഇത് മൂന്നും എനിക്കിവിടെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുക, പൊറുക്കുക. മഴയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി വന്നപ്പോഴേക്കും മഴ തോർന്നു കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു മഴ പെയ്ത ആശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.